ആദ്യം എല്ലാവർക്കും നന്ദി പറയുന്നു. 2023 ഫെബ്രുവരിയിലാണ് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്നും പറഞ്ഞ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നേരത്തെ നാരദയിലുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ചെറിയ പ്രശ്നമായി. അതിൻ്റെ പേരിലാണ് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് തുടങ്ങാനുണ്ടായ കാരണം. ഇൻ എ ഷോർട്ട് ടൈം, ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് 1,00,000 ക്രോസ് ചെയ്തു സബ്സ്ക്രൈബേഴ്സ്. അതേപോലെ തന്നെ ഏകദേശം 2 കോടിക്ക് അടുപ്പിച്ച് വ്യൂവേഴ്സും ഉണ്ടായി. അതായത് വൻ മാറ്റമാണ് ഉണ്ടായത്. അതിന് പ്രോത്സാഹനം തന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ഒരു ശാരീരികമായ സീസണൽ ചേഞ്ച്, പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് വീണ്ടും തുടങ്ങുകയാണ്. പിന്നെ അതിനോടനുബന്ധിച്ചൊരു കാര്യം പറയുവാനുള്ളത്, ഇന്ത്യൻ്റെ എലക്ഷൻ സെലിബ്രേഷൻ, അത് ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി എന്നാണ് ഇന്ത്യൻ എലക്ഷനെ പറ്റി പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള കവറേജസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യും പല സ്റ്റേറ്റുകളിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള കവറേജസ് പ്രതീക്ഷിക്കാം, അനാലിസിസും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികൾ, അതായത് LDF, UDF, പിന്നെ BJP, ഓൾമോസ്റ്റ് എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അവിടെ 2-3 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അവർ പ്രഖ്യാപിക്കാനുള്ളത് BJPക്ക്. അപ്പം ഞാൻ കണ്ടൊരു ട്രെൻഡ് വ്യക്തമായിട്ട് പറയാം. ഇലക്ഷൻ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരമാണ്. 2019 ശശി തരൂർ മത്സരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇലക്ഷനൊക്കെ വളരെ നാൾ മുമ്പേ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും, അതിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്, ശശി തരൂരിന് അനുകൂലമായിട്ട് NRIസും ഗ്ലോബൽ ഇന്ത്യൻസും അതേപോലെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുകാരും കേരളം ഒന്നടങ്കം ശശി തരൂരിനെ വിജയിപ്പിക്കണം എന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു. ഏകദേശം രാഹുൽ ഗാന്ധിയുടെ അത്രയും തന്നെ സോഷ്യൽ മീഡിയയിൽ ശശി തരൂരിന് വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർ. അതായത് ശശി തരൂർ ഗ്ലോബൽ ഇന്ത്യനാണ്, കേരളത്തിൽ നിന്നും ശശി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്ന് വരെ താല്പര്യമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ആ സംഭവമൊന്നും ഇത്രയും നാളായിട്ടും ശശി തരൂരിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ട്രെൻഡാണ് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ശശി തരൂർ വെള്ളം കുടിക്കുക മാത്രമല്ല, നല്ല പോലെ തോൽക്കും. വ്യക്തമാണ്, ക്ലിയറാണ് സംഭവം. അതായത് കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം. ഒരു എലീറ്റ് ക്ലാസ് ഉണ്ട്, പിന്നെ അതിന് താഴെ വരുന്നൊരു മിഡിൽ ക്ലാസ് ഉണ്ട്, പിന്നെ NRIs ഇൻസ്പയർ ചെയ്യുന്ന പല വോട്ടേഴ്സുണ്ട് കേരളത്തിൽ. അവരുടെ ഫാമിലിയൊക്കെ ഇവിടാണ്. അവർ വീട്ടുകാരോടൊക്കെ പറയും ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കണം. അങ്ങനൊരു കൂട്ടരുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സ്, അതായത് ആസ്പിറേഷൻ ഇന്ത്യൻ, ആംഗ്രി ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഏകദേശം 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർ. അപ്പം ഈ ഒരു ഘടനയിലാണ് പാറ്റേൺ ഇങ്ങനെ പോകുന്നത്. പിന്നെ ട്രഡീഷണലായിട്ട് ലെഫ്റ്റിനും കോൺഗ്രസിനും വോട്ട് ചെയ്യുന്നവർ. കാരണം അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിന് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് വൻ ചോർച്ചയാണ് ഉണ്ടായേക്കുന്നത്. വൻ ചോർച്ച ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായിട്ട് പലയിടത്തും മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും ഇല്ല. അതായത് നേരെ താപ്പോട്ടാണ് കോൺഗ്രസ് പോയിരിക്കുന്നത്. എന്നിട്ട് പോലും 2019 ശശി തരൂർ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അപ്പുറത്തെ BJPക്ക് ഒരു കൺസോളിഡേഷൻ ഉണ്ടായി. അവിടെയുള്ള എലൈറ്റ് നായേഴ്സും എല്ലാവരും, പിന്നെ ചില റിട്ടയർഡ് ബ്യൂറോക്രാറ്റ്സും ശശിക്കെതിരെ വന്നു. NSSൻ്റെ ഒക്കെ പ്രേരണയുണ്ട്. അതിൻ്റെ അകത്ത് പല ഫാക്ടേഴ്സുണ്ട്, 1, 2, 3, 4 എന്നൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ. ആ സമയത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇപ്പം ശശി തരൂരിന് അനുകൂലമായിട്ട്
വോട്ട് ചെയ്ത രണ്ട് കൂട്ടരുണ്ട്. എൻ ബ്ലോക്കായിട്ടാണ് വോട്ട് ചെയ്തത്. തിരുവനന്തപുരത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, അതേപോലെ തിരുവനന്തപുരത്തുള്ള ലാറ്റിൻ കാത്തലിക്സും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും എൻ ബ്ലോക്കായിട്ട് ശശിക്ക് വോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ശശിക്ക് അത്രയും ഭൂരിപക്ഷം കിട്ടിയതും ശശി ജയിച്ചതും. ഇതാണ് കാരണം. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ നോക്കുക, തിരുവനന്തപുരത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്രാവശ്യം ശശിക്കെതിരെ വോട്ട് ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രാധാന്യം. ശശിക്കെതിരെ വോട്ട് ചെയ്യാൻ 2-3 കാരണങ്ങളുണ്ട്. ശശിയുടെ അവസാനത്തെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ. പക്ഷേ ഏറ്റവും പ്രകടമായ വിഷയം അതൊന്നുമല്ല. കോൺഗ്രസിനെ കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധാരണ കേരളത്തിൽ ആകമാന സംസാരമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് സമസ്തയെ കൊണ്ട് അവരുടെ പത്രത്തിൽ പിണറായി വിജയനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഇതൊക്കെ പൊളിറ്റിക്കൽ ഗിമ്മിക്സിൻ്റെ ഭാഗമാണ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെയാണ് പിണറായി വിജയൻ എന്നുള്ള രീതിയിൽ സമസ്തയുടെ മുഖപത്രത്തിൽ ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ കാരണം മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ പ്രേരണയാണ്. പിന്നെ ലാറ്റിൻ കാത്തലിക്സിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ വിഴിഞ്ഞമാണെങ്കിലും ആ ബെൽറ്റിലെ ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പോൾ ശശി തരൂർ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. പിന്നെ ഉറപ്പായിട്ടും ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കേഡേഴ്സ് ഒന്നും അല്ല ഓഡിറ്റിംഗ് നടത്തുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാരും പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് വിചാരിച്ചാൽ നടക്കില്ല. ഇതൊരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ഡിബേറ്റ് ഉണ്ടാകൂ. എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ക്ലാരിറ്റി വരും. അതിനകത്ത് ശശി തരൂരിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു തിരുവനന്തപുരം എന്നത് വട്ടപൂജ്യമാണ്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം ഗ്ലോബൽ ഇന്ത്യനാണ്, അങ്ങനെയാണ് നമ്മളെല്ലാം പറഞ്ഞത്. അദ്ദേഹം ലോക നേതാക്കളുമായിട്ടും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ മുഖം മാറ്റും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, എനിക്ക് കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഒന്നാമത് അവിടുത്തെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ രീതിയാണ് അവിടുത്തെ പൊതുവായി ജനങ്ങളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കാണുന്നത്. പിന്നെ അവിടെ കടകൾ, നിങ്ങളൊന്ന് പോയി നോക്ക്, നിനക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകും എന്ന രീതിയിലാണ് അവിടുത്തെ ചെറിയ ഷോപ്സും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും സംഭവം. പിന്നെ ഏകദേശം 5-5:30 ആകുമ്പം ഉറങ്ങുന്ന സിറ്റി. പിന്നീട് ആകെ തുറന്നിരിക്കുന്ന സംഭവങ്ങൾ ബാറുകൾ മാത്രമേ ഉള്ളൂ. അത് നല്ല ബാറുകൾ പോലും ഇല്ലാത്ത ഒരു സിറ്റി. അതായത് പെട്ടെന്ന് ഉറങ്ങുന്നു. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനോ ഇതിനെ മാറ്റിയെടുക്കാനോ അങ്ങനെയാണ് ഒരു മുഖം മാറുന്നത്. ഒരു സിറ്റിയുടെ മുഖം എങ്ങനെയാണ് മാറുന്നത്? സിറ്റിയിൽ എപ്പോഴും സിറ്റി നെവർ സ്ലീപ്സ്. സിറ്റി ഒരിക്കലും ഉറങ്ങുന്നില്ല. അങ്ങനെയാണ് സിറ്റി മാറുന്നത്. ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു, പല കാര്യങ്ങളുണ്ടാകുന്നു. ശശി തരൂരിന് അതൊന്നും കഴിഞ്ഞില്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയാം. എന്താണ് അയാളെ കൊണ്ട് കഴിഞ്ഞത്? സിറ്റിയുടെ മുഖം മാറ്റും, ബാഴ്സലോണ സിറ്റി ആക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സിംഗപ്പൂർ സിറ്റി ആക്കുമെന്ന് പറഞ്ഞു. ആദ്യം മത്സരിച്ച സിംഗപ്പൂരായിരുന്നു, പിന്നെ ബാഴ്സലോണ. തിരുവനന്തപുരം സിറ്റിയെ പോലൊരു ബോറൻ സിറ്റി കേരളത്തിലുണ്ട്. ആ ജനങ്ങളും ആ ആറ്റിറ്റ്യൂഡിലോട്ടാണ് പോയത്. ആ സിറ്റിയെ മാറ്റാൻ കഴിഞ്ഞില്ല. സിറ്റിയിൽ അദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷൻ ബിഗ് സീറോയാണ്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, ശശി തരൂർ വന്ന് ഹൈലി ഒരു ബ്യൂറോക്രാറ്റിക് രീതിയിൽ നിന്നാണ് കയറി വരുന്നത്. യുണൈറ്റഡ് നേഷൻ്റെ വളരെ സീനിയർ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് പൊളിറ്റിക്സിലോട്ട് വരുമ്പോഴും അപ്പം അദ്ദേഹത്തിന് അതേപോലെയുള്ള ബന്ധങ്ങൾ ആ രീതി കൊണ്ടുവന്നു. അദ്ദേഹത്തെ വലുതായിട്ട് പ്രകീർത്തിച്ച് തിരുവനന്തപുരത്തുകാരൻ ശശി തരൂരിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. പക്ഷേ 2024 ഞാൻ പ്രഡിക്റ്റ് ചെയ്യാം, ശശി തരൂരിനെ തിരുവനന്തപുരത്തുകാർ ഓടിക്കും. തറ പോലും തൊടാതെ ഓടിക്കും. അത്രമാത്രം വെറുപ്പായിട്ടുണ്ട് ശശിയോട്. ഇത് ഞാൻ പല ആൾക്കാരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോയിൽ ശശിയെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിന് യാതൊരു ട്രെൻഡുമില്ല, വളരെ മടുത്തു. പല ആൾക്കാരും പറഞ്ഞ് ഈ മനുഷ്യനെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുന്ന രീതിയിലോട്ട്
പോയിട്ടുണ്ട്. കഴിഞ്ഞ 3 പ്രാവശ്യം ശശി തരൂരിന് വോട്ട് ചെയ്ത ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ആ നിലയിൽ വളരെ കൃത്യമായിട്ട് പറയാം, രാജീവ് ചന്ദ്രശേഖരന് ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ശശി തരൂർ 3ാം സ്ഥാനത്തോട്ട് പോകും. കാരണം പന്നിന് അവിടെ ശരിക്കും വോട്ട് പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം CPM-കാർ ശശി തരൂരിനെ ജയിപ്പിക്കുവാൻ വേണ്ടി വോട്ട് ചെയ്തു. ഇപ്രാവശ്യം ആ വോട്ട് ചെയ്യില്ല. അതെല്ലാം കൂടെ വരുവാണെങ്കിൽ ശശി തരൂർ 3ാമത് പോകും. പിന്നെ ആൾ നിലം തൊടാതുള്ള ഓട്ടമായിരിക്കും ശശിക്ക് ഉണ്ടാകാൻ പോകുന്നത്.